ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിന്റെ റിവ്യൂസ് ആണ് കേട്ടോ പറയണത്. അങ്ങനെ നമ്മുടെ ആകാശിന്റെയും പ്രീതിയുടെയും ലവ് സ്റ്റോറി നമ്മുടെ ശ്രുതി അറിയുന്ന നിമിഷത്തെക്കുറിച്ചാണ്, ശ്രുതിയും അശ്വിനും ഒരുമിച്ച് അറിയുന്ന നിമിഷത്തെക്കുറിച്ചാണ് പറയണത്. അങ്ങനെ ആകാശ് പ്രീതിനെ വിളിക്കണ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ, നീ എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയുമ്പോൾ പ്രീതി വരില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നീ വരണം, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് ഫോം വെക്കുക കേട്ടോ. ആകാശ് അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനായിട്ട് ആയിരിക്കുമെന്ന് വെച്ചിട്ട് പ്രീതി ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകുവാണ്. അപ്പൊ അതിനുശേഷം ആകാശ് പറഞ്ഞിട്ട്, പ്രീതി എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, താനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പ്രീതി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊപ്പോസ് ചെയ്യാണ്. ആ റെസ്റ്റോറൻറ്റിൽ എല്ലാവരും വരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ അശ്വിനും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടി വരുന്നത്. അപ്പൊ അവരിത് കാണുമ്പോഴേക്കും ആകെ ഞെട്ടിപ്പോകുവാണ്. കാരണം ആകാശ് മുട്ടുകുത്തിയിട്ട് പ്രീതിയുടെ അടുത്ത് ഇരിക്കുവാണ്. പ്രീതി ഇങ്ങനെ നിൽക്കുന്നു, ആകാശ് മുട്ടുകുത്തി ഇരുന്നിട്ട് ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്യാണ്, നീ അത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീ എനിക്ക് സമ്മതം പറയണം, എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്, നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ നീ എന്താ തുറന്ന് സമ്മതിക്കാത്ത എന്നൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും അശ്വിനാകെ ദേഷ്യം വരുക കേട്ടോ. ശ്രുതിക്കും ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പെട്ടെന്ന് തന്നെ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും പ്രീതി ഇങ്ങനെ നോക്കുമ്പോഴേക്കും ശ്രുതിനെ കാണുവാണ്. ചേച്ചി എന്തൊക്കെയാണ് നടക്കുന്നത്, ചേച്ചിയും ഈ ആകാശ് സാറും തമ്മിൽ എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഞാനത് നിന്നോട് പറയാൻ വരുമായിരുന്നു എന്ന് പറയുമ്പോൾ, വേണ്ട ചേച്ചി ഒന്നും പറയണ്ട, ദേ ഇത് ശരിയാവില്ല എന്ന് ശ്രുതി പറയാണ്. അപ്പോഴേക്കും അശ്വിൻ പറയണ്ട, അല്ലെങ്കിൽ ഞാനത് പറയാൻ തന്നെയാ വന്നത്, ഇതൊരിക്കലും ശരിയാവില്ല എന്നിങ്ങനെ അശ്വിനും ഇങ്ങനെ പറയുവാട്ടോ. അതിനുശേഷം അശ്വിൻ ആകാശത്ത് പറഞ്ഞിട്ട്, എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് പറയാണ്. നിനക്കറിയില്ലേ ഇവര് വെറും നമ്മളെ സ്റ്റാറ്റസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ബന്ധമൊന്നും അല്ലെന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ട, അതെ അതിനെ എനിക്ക് പറയാം, നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങൾ ഒട്ടും നിൽക്കാൻ പറ്റില്ലെന്ന് ശ്രുതിയും പറയുക. അതൊക്കെ കേൾക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ചിരിക്കുന്നുണ്ട്, ഇവരുടെ സംസാരവും വഴക്കൊക്കെ കേൾക്കുമ്പോഴേക്കും. അതിനുശേഷം പ്രീതി പറയുന്നുണ്ട് ആകാശിനോട്, ആകാശ് സർ ഒരിക്കലും ഈ വിവാഹം നടക്കില്ലെന്ന് പറയാണ്. പെട്ടെന്ന് അശ്വിൻ അടുത്ത വഴിക്ക് ചോദിക്കണം പ്രീതി അടുത്ത്, നിന്റെ അടുത്ത് ഇവന് എപ്പോഴാണ് ഇഷ്ടമെന്ന് പറഞ്ഞത്, എപ്പോഴാണ് വിവാഹം കഴിക്കാന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ ആകാശ് പറഞ്ഞ, ചേട്ടാ ഞാൻ പ്രീതിന് ഇഷ്ടമെന്ന് പറഞ്ഞു, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു, പ്രീതിക്കും എന്നെ ഇഷ്ടമാണ്, പക്ഷെ അവള് സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും പ്രീതി പറയുന്നുണ്ട്, അതെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, ഞങ്ങൾ എന്തിനാണ് ഈ നാട്ടിലേക്ക് വന്നത് ആകാശ് സാറിന് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആകാശ് ഇങ്ങനെ അറിയില്ലല്ലോ ആകാശിന്. അപ്പൊ ആകാശ് ഇങ്ങനെ എന്താ എനിക്ക് അറിയില്ലെന്ന് പറയുമ്പോഴേക്കും പ്രീതി പറയുന്നുണ്ട്, എന്റെ വിവാഹം മുടങ്ങിയായിരുന്നു പാലക്കാട് വെച്ചിട്ട്. വിവാഹം മുടങ്ങിയതിനെ കാരണം എന്നറിയാവോ, വിവാഹത്തിന് വേണ്ടി ഉറപ്പിച്ച സ്ത്രീധനം കറക്റ്റ് സമയത്ത് അവര് കൊടുക്കാൻ പറ്റില്ല, ആ കാരണം കൊണ്ടാണ് വിവാഹം മുടങ്ങിയത്, അതിനാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കണത് തന്നെയാന്ന് പറയാണ്. അത് ആകാശ് സാറിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷെ അശ്വിൻ സാറിനെ നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ അശ്വിൻ ആകെ ഒരു ഫീൽ ആവാട്ടോ. അയ്യോ താൻ കാരണമാണല്ലോ പ്രീതിയുടെ വിവാഹം മുടങ്ങിയെന്ന് അശ്വിൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അശ്വിൻ അത് ഭയങ്കര ഫീൽ ആവും. അങ്ങനെ പ്രീതി ചോദിക്കും, എന്താ അശ്വിൻ സാറിന് അറിയില്ലേ എന്റെ വിവാഹം മുടങ്ങിയ കഥകളൊക്കെ എന്ന് പറയുമ്പോൾ അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങി പോകുവാട്ടോ. തിരിച്ച് കാറിന്റെ അവിടെ എത്തി അശ്വിൻ കാറിനിട്ട് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുവാണ്. ഈശ്വര, ഞാൻ കാരണമാണല്ലോ ആ പ്രീതിയുടെ വിവാഹം മുടങ്ങിയത്, അന്ന് ശ്രുതിനെ ആ കറക്റ്റ് സമയത്ത് വിട്ടിരുന്നെങ്കിൽ അവളെ വിവാഹം മുടങ്ങില്ലായിരുന്നല്ലോ, ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം പോയല്ലോ എന്നൊക്കെ ആഴ്ച അശ്വിന് ഭയങ്കര ഫീൽ ആവുന്ന ഒരു ഭാഗം അടുത്ത ആഴ്ച നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റു വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.